എല്ലാവർക്കും നമസ്കാരം. സമയം എത്രയായെന്നറിയാവോ നിങ്ങൾക്ക്? നിങ്ങളോർക്കും 11 മണിയോ 12 മണിയോ ആയിരിക്കും. രാവിലെ 3 മണി. എൻ്റെ കുഞ്ഞ് കരഞ്ഞ് 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 ഇപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത്. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്തു, കഴിക്കുന്നില്ല. ഉച്ചയ്ക്ക് എന്നാണ്ട് കഴിച്ചത്, അത് കഴിഞ്ഞ് പിന്നെ ആളൊരു വലിയൊരു ഉറക്കമായിരുന്നു. കഴിഞ്ഞിട്ട് പിന്നെ 10-11 മണിയാകുമ്പോൾ എണീറ്റു. പിന്നെ ഭക്ഷണം കൊടുക്കാൻ നോക്കിയിട്ട് കഴിക്കുന്നേ ഇല്ല. ഞാൻ ഇന്ന് എന്താ ഈ ലുക്കിൽ വന്നിരിക്കുന്നതെന്നറിയോ? ഇന്ന് ഞാൻ പുതിയൊരു ഫേസ് പാക്ക് ട്രൈ ചെയ്യാൻ പോവാ. എന്ത് ഫേസ് പാക്കാന്നല്ലേ? അതൊരു കഥയാ. ഞാൻ എൻ്റെ കുഞ്ഞിന് ആദ്യം സെർലാക്ക് ഉണ്ടാക്കി കൊടുത്തു, കഴിച്ചില്ല. പിന്നെ ഞാനതങ്ങ് കഴിച്ചു. പിന്നെ ഞാൻ റാഗി ഉണ്ടാക്കി കൊടുത്തു, അതും കഴിച്ചില്ല. അതും ഞാൻ കഴിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ വയറ് നിറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓട്സ് ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിൽ മിക്സിയിലിട്ട് അടിക്കാതെ മറ്റേ പാത്രത്തിൽ മിക്സിയിലിട്ട് അടിച്ചതും കൊണ്ടുവന്നു. രണ്ടും കൊടുത്ത്, രണ്ടും കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് കരഞ്ഞ് കിടന്ന് ഉറങ്ങി. കഴിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് നല്ല ഉറക്കത്തിലായി. അപ്പം ഞാൻ ഓർത്ത് ആ ഓട്സ് വെറുതെ നമുക്ക് വേസ്റ്റ് ചെയ്യണ്ട, നമുക്കത് ഫേസിലിടാലോ. എൻ്റെ ഫേസ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നും ശരിയാഞ്ഞിട്ട് ഭയങ്കര മൈക്കൊക്കെ പോയി, ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക. നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ദേ ഞാൻ ഇങ്ങനെ കേട്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി വേണം അപ്ലൈ ചെയ്യാനായിട്ട്. കണ്ടോ? സാധാരണ ഈ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്സ് എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കണം. ആ പൊടി എടുത്തിട്ട് അതിലേക്ക് വെള്ളമോ പാലോ ചേർത്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അപ്പം ഞാനിത് വേവിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചതായത്. ഓക്കേ, നമ്മളൊന്നും വേസ്റ്റ് ചെയ്യരുതല്ലോ. അതുകൊണ്ടാണ് സാധാരണ ഇതെടുത്ത് ഞാൻ കഴിക്കുക. അതുകൊണ്ട് കൊച്ചിൻ്റെ ഭക്ഷണമെല്ലാം കഴിച്ച് ഒന്നുകൂടെ വണ്ണം കൂടി വരും എനിക്ക്. പാല് ചിലർക്ക് ഇത് ഫേസിലേ പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. അങ്ങനെയുള്ളപ്പം പാലിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എനിക്ക് മിൽക്കിൻ്റെ മണം ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചായ കുടിക്കില്ല. കോഫി കടയിൽ നിന്ന് കുടിക്കും, ഷേക്ക് കുടിക്കും. പക്ഷെ പാലും ചായയും എനിക്ക് ഇഷ്ടമില്ല, അതിൻ്റെ മണവും ഇഷ്ടമില്ല. അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല തണുപ്പാണ്. കുറച്ച് നേരമായി ഇത് ഞാൻ വെച്ചിട്ടേ. നന്നായിട്ട് തണുത്തു, ഫേസിൽ നല്ല തണുപ്പ്. നല്ല പനിയൊക്കെ ഉള്ളപ്പോൾ നിങ്ങളിത് ഫേസിലേക്ക് കൊണ്ട് അപ്ലൈ ചെയ്ത് കേട്ടോ. ഈ ജലദോഷമോ പനിയൊക്കെ ഉള്ളവർ ഈ സന്ധ്യാസമയത്തോ ഇതൊന്നും ചെയ്തുകൂടാ. നമ്മൾ ഡേ ടൈമില്ലേ അപ്പോൾ വേണം ഈ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പണി കിട്ടും. മൈക്കിലൊന്നും വീഴാതിരുന്നാൽ മതിയായിരുന്നു. ഓട്സ് ആയതുകൊണ്ട് വായി പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആഹാ, തലയിൽ കെട്ടിയത് അങ്ങ് പോവുകയാണല്ലോ. ഇപ്പോഴെങ്ങാനും കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. വീണോ കണ്ണി വീണ്. ജസ്റ്റ് മിസ്. ഇതുപോലെ കണ്ണിലൊന്നും വീഴ്ക്കാതെ ചെയ്യുക. എനിക്ക് ഫോണിൽ നോക്കി ചെയ്യുന്നോണ്ടേ അത്ര ഒരു വശം കിട്ടുന്നില്ല. മിററിൽ നോക്കി ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടേക്കുക. പുറകിലേക്ക് പോവേടാ. ഇതിലോട്ട് മൈക്ക് വീഴല്ലേ.
കൊച്ചിന് ഇത് കഴിക്കാൻ കൊടുത്തിട്ട് അവസാനം ഞാനിത് വെച്ച് കൊടുത്തു. ഇതെല്ലാം എൻ്റെ മിക്സിയിൽ അടിക്കാതെ ഞാൻ വെച്ച് കൊടുത്തു. അവസാനം ബെഡിൽ റൂമിൽ മുഴുവൻ അതായി. അത് മുഴുവൻ ക്ലീൻ ചെയ്ത് കുളിച്ചിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. കുഞ്ഞു കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ പിന്നെ ഇത് എളുപ്പം മനസ്സിലാകും ഇങ്ങനത്തെ ഒരു അവസ്ഥ. നമ്മുടെ ബ്യൂട്ടീഷ്യനും നമ്മുടെ ഭക്ഷണം കഴിപ്പും നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലെ കിടന്നുറങ്ങുമ്പോഴാണ് അല്ലേ? പക്ഷെ നമുക്ക് കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ വേണ്ടാന്ന് വെക്കരുത് കേട്ടോ ആരും. എന്നാൽ അതും കുഞ്ഞിനെ എല്ലാം ബാലൻസ് ചെയ്തൊന്ന് കൊണ്ടുപോകാൻ നോക്കണം. ശരി, അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഒരു സപ്പോർട്ടിങ് ഫാമിലിയാണ് വേണ്ട. അങ്ങനെ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കും. ആരുമില്ലാത്തവരുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. ഇത് ഉണങ്ങാൻ വെക്കാം. ഞാനൊന്ന് ഉണക്കട്ടെ. ഓഹോ, കുറച്ചുകൂടെ ബാലൻസ് ഉണ്ടെന്ന് അതോടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു കയറ്റാം. സുണ്ടിലിട്ടാലോ ഇച്ചിരി? നിങ്ങൾ എന്താന്നേ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കമന്റ് ചെയ്യാത്തത്? നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അത് കാണുന്നൊക്കെ ഉണ്ട്. കാണുന്നവർ ഒരു കമന്റെങ്കിലും ഒന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു സന്തോഷമാകും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമെങ്കിലും, ഒരു റെസ്പോൺസ് കിട്ടിയാലല്ലേ ഉള്ളൂ നമുക്കൊരു സന്തോഷം. കാണുന്നവർ എന്നാണേലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ ചുണ്ടിലൊന്നും ആരും ഇട്ടാക്കില്ല കേട്ടോ. ഇതൊന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഓൾമോസ്റ്റ് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കുഞ്ഞ് ഇപ്പം എണീക്കും. നമുക്ക് ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതുപോലെ കണ്ണിൻ്റെ മേളിൽ, കണ്ണിൻ്റെ താഴെ, പിരികത്തിൽ, ഈ മൂക്കിൻ്റെ ഇവിടെ, ചുണ്ടിൽ, ഇതൊന്നും ഇവിടെയൊന്നും പറ്റിക്കരുത് കേട്ടോ. സ്റ്റാൻഡ് തന്നു പോയോ? നമുക്ക് ശരിക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം താഴെ വീഴുന്നുണ്ട് ദൈവമേ. നമ്മുടെ റോബോട്ട് തന്നെ പണിയായി. എന്താണേലും ഞാൻ ഇതൊന്ന് പോയി കഴുകിയിട്ട് വരാം. മുഖമൊക്കെ തുടച്ചിട്ട് വന്നു. പിന്നെ ഈ ഓട്സ് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് തരുന്നതെന്നുള്ളത് ഞാൻ പറയട്ടെ. ഫേസിന്, നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അവിടെ ഒരു മോയ്സ്ചറൈസർ ഫീൽ നിലനിർത്തും. പിന്നെ ഫേസിലെ എണ്ണമയം ഒന്ന് കൺട്രോൾ ചെയ്യും. പിന്നെ ചെറിയൊരു സ്ക്രബ്ബറായാണ്. പിന്നെ എന്താ, ഫേസ് നല്ല സ്മൂത്ത് ആകും. നമ്മുടെ ഫേസ് കണ്ടോ, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ തരുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ പ്ലീസ് കമൻറ്റ് ചെയ്യൂ. ബൈ.